നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലാം. ഏതെങ്കിലും ഒരു മൂർത്തി, ഒരു ദേവി, ഒരു ദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അലാമായി മാറുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ നിങ്ങൾ ആ അലാറത്തെ പൂക്കൾ വെച്ച് അലങ്കരിച്ച്, ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ച്, പാദപൂജയൊക്കെ ചെയ്ത്, ഒരു പൂജാരിയെ കൊണ്ട് അതിന് പൂജയൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് വെച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേക്കുവോ? നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ രാമനും കൃഷ്ണനും ഒക്കെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിക്കാനാണ്. പക്ഷെ നമ്മളോ അവരെ അതിന്റെ ഒരു ഭാഗമാക്കി. അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഉറക്കത്തിൽ നിന്നും അവർ നമ്മളെ ഉണർത്തരുത് എന്നത് മാത്രമല്ല, അതിൽ തന്നെ തുടരാൻ അവരുടെ സഹായം നമ്മൾ തേടുന്നു. ചുറ്റുപാടും വാദ്യഘോഷങ്ങൾ ഉണ്ടായാലും മണിനാദങ്ങൾ ഉയർന്നാലും നാളികേരങ്ങൾ ഉടഞ്ഞാൽ പോലും ഈ അലാറം മാത്രം അടിക്കുന്നേയില്ല. ഈ അലാറത്തിന് ആരെയും എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അലാറം അടിക്കുന്നില്ലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി ആഘോഷങ്ങളും മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരുമാണ്. പക്ഷേ ഈ അലാറം ഒരിക്കലും അടിച്ചുകൂടാ. നമ്മൾ ഈ നിദ്രയിൽ തന്നെ തുടരണം.